അങ്ങ് മധ്യ കേരളത്തിൽ ഒരു മണ്ഡലമുണ്ട്, തൃശൂർ എന്ന് പറയുന്ന നിരവധി നിയമസഭാ മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം. കെ കരുണാകരൻ എന്ന അതികായനൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുത്ത തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസിൽ പൊരിഞ്ഞ അടിയാണ് ആ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അഡപടലം മൂഞ്ചിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് തൃശ്ശൂരിൽ മാറിയിരിക്കുകയാണ്. പത്മജ വേണുഗോപാലിനെ തോപ്പിച്ച കോൺഗ്രസ്, ശ്രദ്ധിക്കണം നിങ്ങൾ, പത്മജ വേണുഗോപാലിനെ തോപ്പിച്ച കോൺഗ്രസ്, കെ മുരളീധരനെ തോപ്പിച്ച കോൺഗ്രസ്, അങ്ങനെ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ച അതികായന്മാർ തൃശ്ശൂരുണ്ടായി എന്നതും പിന്നീട് കേരള ചരിത്രം കണ്ടുപോയതാണ്. ഇന്ന് നോക്കൂ, തൃശ്ശൂരിൽ ചാലക്കുടി മണ്ഡലം മാത്രം നിയമസഭയിൽ സ്വന്തമായുള്ള ആ നിയമസഭാ മണ്ഡലവും വെറും 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ച് ഒരു ബ്രിം ലെവലിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാനിഷായി പോകാൻ സാധ്യതയുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോഴും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റുകൾ ചർച്ചയ്ക്ക് വരുമ്പോ 75 വയസ്സിന് മുകളിലുള്ള മുതിർന്ന നേതാക്കൾ വിട്ടുകൊടുക്കുന്നില്ല കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾക്ക് എന്നുള്ളതാണ്. വിട്ടുകൊടുക്കുന്നില്ല. വിജയ സാധ്യതയുണ്ട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആർ സെബാസ്റ്റ്യനെ പോലെയുള്ള, ശോഭാ സുബിനെ പോലെയുള്ള ആളുകൾക്ക് സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്നുള്ളതാണ്. ശക്തമായ സീറ്റ് വിഭജനങ്ങൾ കനപോൽ ഒരു സ്ഥലത്തിരുന്ന് കൃത്യമായ സർവേയിലൂടെ ചിന്താഗതിയിലൂടെ നടത്തുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ തൃശ്ശൂരിലേക്ക് ഒന്ന് കണ്ണുവെച്ച് നോക്കൂ. അവിടെ നടക്കുന്ന അടിയൊഴുക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ യുവ നേതാവിന് വിട്ടുകൊടുക്കില്ല എന്ന് സീനിയർ നേതാക്കൾ അടക്കം പറഞ്ഞിരുന്നതിൽ നിന്ന് മാറി പരസ്യമായ യുദ്ധത്തിലേക്കാണ് കോൺഗ്രസ് തൃശ്ശൂരിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അത്രമേൽ വലിയ പ്രശ്നങ്ങളാണ് തൃശ്ശൂരുള്ളത്. തൃശ്ശൂർ പരിപൂർണമായും വിട്ടുകൊടുക്കാനാണ് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ സാധിക്കുക. ഒരു കാരണവശാലും കോൺഗ്രസിനൊരു തിരിച്ചുവരവുണ്ടാവില്ല. വടക്കാഞ്ചേരി മണ്ഡലത്തെ മാത്രം നമുക്കെടുത്ത് പരിശോധിച്ചാൽ ആർ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന KSU നേതാവിന് ആ നാട്ടിലുള്ള ശക്തമായ പിന്തുണ അതൊരു കാരണവശാലും നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സത്യമായ നിജസ്ഥിതികളെ മാറ്റിമറിക്കാനും സാധിക്കില്ല. ആർ സെബാസ്റ്റ്യനെ പോലും കുതികാൽ വെട്ടി മാറ്റിയിട്ടാണ് അവിടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കൈപ്പത്തിയിൽ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. 100% നമുക്ക് ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിൽ തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായി തിരിച്ചുവരവ് നടത്തേണ്ട ഒരു മണ്ഡലത്തിൽ പോലും ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ എന്തായിരിക്കുമെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ സാമാന്യ സാക്ഷരതാ ബോധമുള്ളവർക്ക് സാധിക്കും.